നമസ്കാരം. കൂത്താട്ടുകുളം നഗരസഭയിലെ ഇടത് കൗൺസിലർ കലാരാജുവിനെ CPM DYFI പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ ബഹളം അരങ്ങേറി. വിഷയത്തിൽ അനൂപ് ജേക്കബ് MLA അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചെങ്കിലും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന നിലപാടിലാണ് സർക്കാർ സ്വീകരിച്ചത്. സർക്കാർ ഉദ്ദേശിക്കുന്ന സ്ത്രീ സുരക്ഷ എന്താണെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചുകൊണ്ട് UDF അംഗം ആരാഞ്ഞു. വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുന്നോട്ട് വന്നിരുന്നു. വസ്ത്രാക്ഷേപം ചെയ്യുന്നതും കാല് തല്ലിയൊടിക്കുകയും എന്ന് പറയുന്നതുമാണോ സ്ത്രീ സുരക്ഷ? അവിശ്വാസ പ്രമേയത്തെ ആശയപരമായി നേരിടാനുള്ള ശക്തി പോലും CPM-ന് ഇല്ലാതായോ? മൂവാറ്റുപുഴ DYSP ഉൾപ്പെടെ നോക്കി നിൽക്കുമ്പോഴായിരുന്നു കലയെ തട്ടിക്കൊണ്ടുപോകുന്നതെന്നും VD സതീശൻ ചോദിച്ചു. നടി ഹണി റോസ് നൽകിയ പരാതിയിൽ പോലീസ് അതിവേഗത്തിലുള്ള നടപടി സ്വീകരിച്ചു. എന്നാൽ ഈ വിഷയത്തിൽ മെല്ലെപ്പൊക്ക് നയമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പ്രസംഗിക്കുന്ന മുഖ്യമന്ത്രി കൂത്താട്ടുകുളത്ത് വനിതാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ പ്രതികളെ ന്യായീകരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വാക്കിനും പഴയ ചാക്കിനും ഒരേ വിലയാണ്. പട്ടാപ്പകൽ സ്ത്രീയെ അഭിമാനിച്ച സംഭവത്തെ ന്യായീകരിക്കുന്ന നിങ്ങൾ ചരിത്രത്തിൽ അഭിനവ ദുശാസനന്മാരായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിനിടെ ഭരണപക്ഷത്ത് നിന്ന് ബഹളമുണ്ടാക്കുകയും ചെയ്തു. ഇതോടെ സതീശൻ ശോഭിക്കുകയും കയ്യിലുണ്ടായിരുന്ന കടലാസുകൾ ശക്തിയെ നിലത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു. സ്ത്രീകൾക്കെതിരായ ആക്രമണം ഗൗരവമായി കാണുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. കലാരാജിന് സുരക്ഷ ഒരുക്കിയെന്ന സർക്കാർ വാദം കോടതി അംഗീകരിച്ചിട്ടുണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു. അതേസമയം കൂത്താട്ടുകുളം നഗരസഭയിൽ CPM-ന്റെ വനിതാ കൗൺസിലറെ CPM നേതാക്കളും പ്രവർത്തകരും ചേർന്ന് തട്ടിക്കൊണ്ടുപോയ സംഭവം ജനാധിപത്യത്തിലേറ്റ കളങ്കമാണെന്ന് മുൻ നിലമ്പൂർ MLA MPV അൻവർ ആരോപിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ മറുപടി അധികാര ധാർഷ്ട്യത്തിന്റേതാണെന്നും അദ്ദേഹം പറഞ്ഞു. കലാരാജുവിനെ CPM നേതാക്കൾ തന്നെ വസ്ത്രാക്ഷേപം ചെയ്ത് മർദ്ദിച്ച് ഒരു വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോകുന്നത് പോലീസിന് നോക്കി നിൽക്കേണ്ടി വന്നു. കാല് തല്ലിയൊടിക്കുമെന്ന് പറഞ്ഞ് കൊലവിളി ഉയർത്തുന്നതാണോ കേരളത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീ സുരക്ഷയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. കേവലം ഒരു അവിശ്വാസ പ്രമേയത്തെ ആശയപരമായി നേരിടാനുള്ള ശേഷി പോലും ഇടതുപക്ഷത്തിന് നഷ്ടമായി എന്നതാണ് നാം മനസ്സിലാക്കേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.